അല്ല, അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയമാണ്. ഞാൻ അത് കൊച്ചിയിൽ ഇന്നലെ പറഞ്ഞതാണല്ലോ. ഇത് മുസ്ലിം ലീഗ് ചെയ്യുന്നത് അപകട രാഷ്ട്രീയമാണ്. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, 60 കൊല്ലം ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുമ്പോൾ നമ്മളെ രാഷ്ട്രീയം റീറൈറ്റ് ചെയ്ത് ഒരു പ്രത്യേക നറേറ്റീവ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചത് കോൺഗ്രസ് സർക്കാരായിരുന്നു. ആർക്ക് വേണ്ടി ചെയ്തു എന്ന് ഞാനൊന്നും പറയുന്നില്ല. ആ ഒരു പഴയ രീതി ഇവിടെ മുസ്ലിം ലീഗ് കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതിന് എതിർക്കാൻ BJP ഉണ്ടാവും, ഞാനും ഉണ്ടാവും എന്ന് കൃത്യമായി ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. മുസ്ലിം ലീഗ് ഇതൊന്നും ചെയ്യാൻ പാടില്ല. വീർ സവർക്കർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾക്കത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല, സാരില്ല. സുഭാഷ് ചന്ദ്രബോസിനെയും ബാൽ ഗംഗാധർ തിലക്കിനെയും സർദാർ പട്ടേലിനെല്ലാം എയർ ബ്രഷ് ചെയ്തത് കോൺഗ്രസ് സർക്കാരായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവിടെ ഈ രാഷ്ട്രീയം ചെയ്യാൻ മുസ്ലിം ലീഗിന് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്. രണ്ടാമത്തത്, മുസ്ലിം ലീഗിൻ്റെ ഫിഷറീസ് മിനിസ്റ്റർ, മുസ്ലിം ലീഗിൻ്റെ PWD മന്ത്രി കൊല്ലത്തിൽ കാണാതായത് മത്സ്യത്തൊഴിലാളികളുടെ വീട്ടിൽ ഇതുവരെ സന്ദർശിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് കാണാതായ അവരുടെ വീട്ടിൽ പോയിട്ടില്ല. ഇപ്പോൾ പോയിട്ടുണ്ട്. 9 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ അത് ഉയർത്തി പറയുമ്പോൾ പോകുന്നത്. നിങ്ങൾക്ക് തന്ന ഉത്തരവാദിത്വം നിങ്ങൾ ചെയ്യുക. ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് കൊടുത്തു തന്നു, നിങ്ങൾ ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. അത് അല്ലാണ്ട് വന്ദേ മാതരം ഞങ്ങൾ പാടില്ല, വീർ സവർക്കർ ഞങ്ങൾ സമ്മതിക്കുന്ന പറഞ്ഞു നടന്നാൽ ഞങ്ങളങ്ങനെ മൗനം പാലിക്കുന്ന പാർട്ടിയൊന്നുമല്ല. അത് നിങ്ങൾ വെറുതെ ഞങ്ങളെ പ്രൊവോക്ക് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന.